Thank you, friends, for joining. Thank you for watching. യെരമ്യാ പ്രവചനം 23-ാം അധ്യായം 23-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമോ, ഞാൻ ദൂരസ്ഥനായ ദൈവവുമല്ലയോ? സമീപസ്ഥനായ ദൈവം, ദൂരസ്ഥനായ ദൈവം. നമ്മൾ ദൈവിക മിസ്റ്ററി, ഡിവൈൻ മിസ്റ്ററി, അതേക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കുകയാണ്. ദൈവത്തെ പണ്ട് ഭാഗമായിട്ടും അംശമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി എങ്കിലും അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം പൂർണ്ണമായ വെളിപ്പാട് കിട്ടി. എബ്രായ ലേഖനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം നമ്മൾ കേട്ടോണ്ടിരുന്ന ആ പാട്ടിൽ പാടിയത് അതാണ്. നമ്മൾ ഈ പാട്ടുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അതാണ് അവിടെ പാടിയത്. അത് ശ്രദ്ധിക്കുക, പാടുന്ന അതാണ്. പാടിയ ശ്രദ്ധിക്കുക. അത് പൂർവിക കാലത്ത് ഭാഗികമായി ദൃഷ്ടാന്തങ്ങളിലൂടെ ഭാഷിച്ചു. എന്നാൽ നമ്മോടി അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അവകാശിയായ ആ പുത്രനിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പം എബ്രായ ലേഖനത്തിൽ നിന്നുള്ള ആ ക്രിസ്റ്റോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ഗീതത്തിൽ കേൾക്കുന്നത്. നമ്മൾ ഈ ഗീതങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകത്തൂടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. ഹായ് ജോബിൻ ചാക്കോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫേസ്ബുക്ക് ആൽഗരിതം ഒരു പ്രത്യേക രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രൊഫൈലുകളിൽ നിന്ന് നടത്തുന്ന ലൈവുകൾക്ക് അവർ നോട്ടിഫിക്കേഷൻ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നോർമലി അവരുടെ ആൽഗരിതത്തിലുള്ള ബാറിങ് ഇല്ലെങ്കിൽ നമ്മുടെ ലൈവിൽ ഇപ്പോൾ നോർമലി ഏറ്റവും മിനിമം ഒരു 500 പീപ്പിൾ ഇത് വാച്ച് ചെയ്യേണ്ടതാണ് ഈ ലൈവ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത്, ഈ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുകൾ വന്ന് ഇത് കാണുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ അവർ ഈ ലിമിറ്റ് ചെയ്ത് വെക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ പ്രൊഫൈലിൽ നിന്ന് ലൈവ് പോയാൽ ഈ ഫേസ്ബുക്കിന് പ്രയോജനമൊന്നുമില്ല. നമുക്ക് കുറേ പേർ കാണാവുന്നേ ഉള്ളൂ. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ ഓഡിയൻസ് ഉള്ള ലൈവുകളെ പേജുകളിലേക്ക് മാറ്റാൻ അവർ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ തരും നിങ്ങൾ പേജിൽ ചെയ്യാൻ. ഇപ്പോൾ പേജിൽ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അഡ്വർടൈസ്മെൻറ്റ് വരും, അവർക്ക് ഇൻകം ഉണ്ടാകും, നമുക്കും ഇൻകം ഉണ്ടാകും. പേജിൽ ലൈവ് ചെയ്യാമെങ്കിൽ നമുക്കും അവർ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും, പണം കിട്ടും. ഇപ്പോൾ പ്രൊഫൈലിൽ നിന്ന് ചെയ്ത്, അതുകൊണ്ട് പ്രൊഫൈൽ ലൈവുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ചാണ്. ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഇങ്ങനെ മാസിനെ അഡ്രസ്സ് ചെയ്യാൻ പ്രൊഫൈൽ ലൈവുകൾ ഉപയോഗിക്കുന്നതിന് ഫേസ്ബുക്ക് നടത്തിയിരിക്കുന്ന അപ്രഖ്യാപിതമായിരിക്കുന്ന ഒരു വിലക്കുണ്ട്. അതുകൊണ്ടാണ് ഫ്രണ്ട്സിനൊക്കെ
നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ഒത്തിരി മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. പക്ഷേ സ്റ്റില്ല് നമ്മൾ ഈ പ്രൊഫൈലിലാണ് ചെയ്യുന്നത്. ഞാൻ പ്രൊഫഷണലായിട്ട് പേജിലോട്ടൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രൊഫൈലിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും, മെസ്സഞ്ചറിലൂടെയോ അല്ലാതെ ഷെയർ ചെയ്യാൻ പറ്റും. ഷെയറിങ്ങിലൂടെ കുറേ ആളുകൾക്ക് ഇത് കിട്ടും. അത് മാത്രമാണ് മാർഗം. അപ്പം സോറി ഫോർ ദാറ്റ്, അത് എൻ്റെ കുഴപ്പമല്ല, ഫേസ്ബുക്ക് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ കിട്ടാത്ത കാര്യം. അപ്പം അങ്ങനെ, കാരണം അവർ ഈ റെഗുലറായിട്ട് ലൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ലൈവ് കാണുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ആൽഗരിതം അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് കൂടുതൽ കൺട്രോൾ വരും. അപ്പോൾ കൂടുതൽ അവർ കൺട്രോൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ലൈവ് വാച്ച് ചെയ്യുന്നവരുടെ എണ്ണവും അങ്ങനെ നോക്കാറില്ല. കാരണം എനിക്കറിയാം അവരൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ട് ആളുകൾ വരത്തില്ല. പക്ഷെ അവർ പിന്നീട് കണ്ടോളും, അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടോളും. അതുകൊണ്ട് ലെറ്റ് ദ കാരവൻ ഗോസ് ഓൺ. നമ്മൾ സാർത്ഥവാഹ സംഘം മുൻപോട്ട് ഗമിക്കട്ടെ, നായ്ക്കൾ കുരയ്ക്കട്ടെ, സാർത്ഥവാഹ സംഘം മുൻപോട്ട് ഗമിക്കട്ടെ എന്ന് പറഞ്ഞു നമുക്ക് മുൻപോട്ട് പോവാം. അപ്പം നമ്മളിവിടെ കേട്ടുകൊണ്ടിരുന്നത് ദൈവം ഭാഗമായിട്ട് പണ്ട് വെളിപ്പെടുത്തി, എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരമുള്ള പൂർണ്ണമായ വെളിപ്പാട് കിട്ടി. അപ്പം ഈ പാട്ടുകൾ പാടുമ്പോഴും നമ്മൾ ഒരു ഫെയ്ത്ത് ഡിക്ലറേഷനാണ്, ക്രീഡൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നമ്മൾ വിശ്വാസ പ്രമാണമാണ് പറയുന്നത്. തിയോളജിക്കലി, ഡോക്ട്രിനലി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അല്ലാതെ കേവലം വൈകാരിക ഗാനങ്ങളല്ല ആലപിക്കുന്നത്. വൈകാരികതയായിട്ടുള്ള ഒരു ഗാനവും ഇവിടെ ആലപിക്കുന്നില്ല. ഞാൻ കരഞ്ഞ് തളർന്നിരുന്നപ്പോൾ എനിക്ക് ആശ്വാസം കിട്ടി, അങ്ങനത്തെ ഗാനങ്ങളൊന്നുമല്ല. ഇതൊരു വളരെ സോളിഡായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, പുത്രനെ കുറിച്ചുള്ള സുവിശേഷം, തേജസ്സുള്ള സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പം ഇതാണ് സഭ പ്രഖ്യാപിക്കുന്നത്. ഇതിനെതിരായിട്ട് നൂറ്റാണ്ടുകളിൽ ധാരാളം ഹെരസികൾ വന്നിട്ടുണ്ട്. ഇതിനെതിരായിട്ട് വ്യക്തികൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നും ഈ സുവിശേഷത്തിനെതിരായിട്ടാണ് ഇരുട്ടിൻ്റെ സാമ്രാജ്യം പോരാടുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിനെതിരായിട്ട് ഇന്ന് മലയാളികളുടെ ഇടയിലുള്ള ഫേസ്ബുക്ക് ലൈവുകളിലൊക്കെ നമ്മൾ കാണുന്നത് തെറ്റായ സുവിശേഷമാണ്. ഇപ്പം എന്നെ ഒത്തിരി പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാൻ എന്തോ ഒരു വർഗീയത പറയുന്നെന്നോ അല്ലെങ്കിൽ ഓർത്തഡോക്സിൻ്റെ സുവിശേഷം പറയുന്നെന്നോ. നോ, ഞാനൊരിക്കലും ഓർത്തഡോക്സ് സഭയുടെ മേന്മ പറയുകയോ സുവിശേഷം പറയുകയോ അല്ലെങ്കിൽ മറ്റ് സഭകളുടെ കുറ്റം പറയുകയല്ല. സത്യവിശ്വാസത്തെ അതായത് ഏകവും അവിഭക്തവും വിശുദ്ധവുമായിരിക്കുന്ന സഭയുടെ വിശ്വാസം, യേശുക്രിസ്തുവിൽ നിന്ന് അപ്പസ്തലന്മാർ ഗ്രഹിച്ചതും പരിശുദ്ധാത്മാവ് അവർക്ക് പൂർണ്ണമായി പ്രകാശിപ്പിച്ചു കൊടുത്തതും അവർ തങ്ങളുടെ ശിഷ്യന്മാർക്ക് കൈമാറിക്കൊടുത്തതും അവരിൽ നിന്ന് പരമ്പരയായിട്ട് ഏൽപ്പിക്കപ്പെട്ടതും കൈമാറപ്പെട്ടതുമായിരിക്കുന്ന ഏകവും പരിശുദ്ധവുമായ വിശ്വാസം ഏതാണ് എന്ന് കണ്ടെത്തുവാനുള്ള എൻ്റെ അന്വേഷണം, ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ ചെന്നെത്തി ഞാൻ കണ്ടെത്തിയ ആ സത്യമായ സുവിശേഷം, ശുദ്ധമായ സുവിശേഷം, അതാണ് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പം അത് ഞാൻ വിവിധ ഉരകല്ലുകളിൽ മാറ്റുരച്ച് നോക്കിയിട്ടുണ്ട്. ബാപ്റ്റിസ്റ്റിൻ്റെ ഉരകല്ലിലും ബ്രദറിൻ്റെ ഉരകല്ലിലും പെൻഡക്കോസ്റ്റിൻ്റെ ഉരകല്ലിലും പിന്നീടുള്ള പല ഗ്രൂപ്പുകളുണ്ട്. കാൽവിനിസ്റ്റുകളുടെയും അർമീനിസ്റ്റുകളുടെയും അല്ലെങ്കിൽ പ്യൂരിറ്റൻസിൻ്റെയും ധാരാളം ഉരകല്ലുകൾ. ഞാൻ ഉരച്ചു നോക്കിയ ഉരകല്ലുകളൊക്കെ ഉരഞ്ഞു തീർന്നു എന്നുള്ളതല്ലാതെ ഞാൻ ടെസ്റ്റ് ചെയ്ത ആ വിശ്വാസം അത് സത്യവിശ്വാസമാണ്. അപ്പം അതിനെ വെല്ലുവാനുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസം. അപ്പം ആ വിശ്വാസം ഹോൾഡ് ചെയ്യുന്നത്, അറിഞ്ഞോ അറിയാതെയോ ഹോൾഡ് ചെയ്യുന്നത് ഈ ഓർത്തഡോക്സ് സഭകളാണ്, പ്രത്യേകിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ വിശ്വാസമാണ്. അപ്പം അതുകൊണ്ട് ഞാനത് പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ പലപ്പോഴും അവരുടെ പ്രാർത്ഥനകളും അവരുടെ ഗീതങ്ങളും ഉദ്ധരിക്കാറുണ്ട്. കാരണം അത് സത്യമായ വിശ്വാസമാണ്. പല ആളുകളും കാര്യങ്ങൾ ഗ്രഹിക്കാതെയാണ് അവതരിപ്പിക്കുന്നത്.
ഇപ്പം ഈ മലയാളികളുടെ ഫേസ്ബുക്കിൽ ഏറ്റവും അതീവ ഗുരുതരമായ ദുരുപദേശം, ഏറ്റവും ഹൈ ഗ്രേഡ് ഹെരസി, ഏറ്റവും കടുത്ത ദുരുപദേശം പറയുന്ന വ്യക്തി സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പ് എന്നയാളാണ്. ഏറ്റവും കൊടിയ ദുരുപദേശം. കാരണം അദ്ദേഹം പറയുന്നത് ദൈവം സർവശക്തനും സർവവ്യാപിയും അദൃശ്യനുമായ ആ മഹാദൈവം, ആ ദൈവം അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ആ ദൈവം ഒരു മനുഷ്യരൂപം ധരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരൂപത്തെ സൃഷ്ടിച്ചു. അപ്പം ആ മനുഷ്യരൂപം എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ കൂടെ സഞ്ചരിച്ചു. ആ മനുഷ്യരൂപം അത് അബ്സ്ട്രാക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തുന്നത്, അവ്യക്തമായിട്ടാണ്. കാരണം കാര്യങ്ങൾക്ക് നിശ്ചയമില്ല. എന്നാൽ സഭ അങ്ങനെയല്ല. സഭയെ സംബന്ധിച്ച് സഭയുടെ വിശ്വാസം വളരെ വ്യക്തമാണ്, കൃത്യമായി നിർവചിക്കപ്പെട്ടതാണ്. ആ ക്രിസ്തുവിജ്ഞാനീയമാണ് സഭ ഘോഷിക്കുന്നത്. ആ വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ വിശ്വാസം പൂർണ്ണ അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അതാണ് യൂഹന്നാൻ മാംദാനോ, സ്നാപക യോഹന്നാൻ ആ ക്രിസ്തു സാന്നിധ്യത്തിൽ എലിശഭായുടെ ഉദരത്തിൽ കിടന്ന് തുള്ളിച്ചാടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രഹിക്കുന്നവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയാത്ത വിധം നമ്മളെ ആനന്ദ തുലിതരാക്കി മാറ്റുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം, അതാണ് എവൻഗേലിയോൻ, അതാണ് ഗ്ലാഡ് ടൈഡിങ്സ്, സുവിശേഷം, സദ്വർത്തമാനം, സുവാർത്ത, ഗുഡ് ന്യൂസ്. ആ ഗുഡ് ന്യൂസ് ഏതാണ്? ആ ഗുഡ് ന്യൂസ് ആണ് നമ്മൾ ഗ്രഹിക്കുന്നത്. ഇതാ ദൂരസ്ഥനായ ദൈവം. അപ്പൊ ദൂരസ്ഥനായ ദൈവം നമുക്ക് സമീപസ്ഥനാകുകയാണ്. അപ്പൊ ദൂരസ്ഥനായ ദൈവം മാത്രമല്ല, സമീപസ്ഥനായ ദൈവമാണ്. സമീപസ്ഥനായ ദൈവം മാത്രമല്ല, അവൻ ദൂരസ്ഥനായ ദൈവവുമാണ്. അപ്പൊ ഒരേ സമയം അവൻ സമീപസ്ഥനും ദൂരസ്ഥനുമാണ്. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്വവും ഈ മനുഷ്യത്വവും ഒരു വ്യക്തിയിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ക്രിസ്തു ആര്? ജാതം ചെയ്തോരി സുതനാര്? ഈ ജനിച്ചവനാര്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ വേറിട്ടിരിക്കുന്ന ഒരു വിശ്വാസ പ്രമാണത്തിനും നമ്മുടെ രക്ഷയെ സാധ്യമാക്കാൻ കഴിയുകയില്ല. അപ്പൊ യേശു കർത്താവ് മനുഷ്യനായി അവൻ ജനിക്കുമ്പോൾ അവനിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സമ്മേളിച്ചിരുന്നു. അപ്പൊ ഇതിനെതിരായിട്ട് വിവിധ ഉപദേശങ്ങൾ ഉണ്ടായി. അതിലൊരു ഉപദേശമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയിലൊരു ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവായിരിക്കുന്ന ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞത് അവൻ ജനിച്ചത് ഒരു മനുഷ്യനായിട്ട്, പിന്നീട് ഒരു ദൈവത്വം അവനിൽ വന്നുകൂടി, ഒരു സിദ്ധി. എന്നാൽ അവൻ ജനിച്ചപ്പോൾ മുതൽ, അവൻ ഉരുവായപ്പോൾ മുതൽ, മറിയത്തിന്റെ ഉദരത്തിൽ അവനായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവമാണ്. അതുകൊണ്ടാണ് മറിയം എലിശബത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എലിശബത്ത് പറയുകയാണ്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചർച്ചയിൽ എന്നോടൊപ്പം ഈ ഫേസ്ബുക്ക് ഷെയർ ചെയ്ത നമ്മുടെ ബഹുമാന്യ സ്നേഹിതൻ കുരുവിള കുളഞ്ഞിക്കൊമ്പൽ ശാമുവൽ അവർകൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അപ്പം അദ്ദേഹത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞതാണ്, ഒരു മനുഷ്യൻ കേവലം മനുഷ്യനായിരുന്നു യേശു ജനിച്ചപ്പോൾ, പിന്നീടാണ് ദൈവത്വം അല്ലെങ്കിൽ ദിവ്യത്വം എന്തെങ്കിലും ആകട്ടെ അത് ലഭിച്ചത് പിന്നീടാണ് എന്നാണ് പറഞ്ഞത്.
അപ്പൊ ഇവിടെ നമ്മൾ വായിക്കാണ് ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. സെക്കറിയാവിന്റെ വീട്ടിലെത്തി എലിശബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇവിടെ ഈ പറയുന്ന എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അപ്പൊ എലിശബത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് മാനുഷിക വൈകാരികതയിൽ നിന്നുണ്ടായ ഒരു പ്രസ്താവനയല്ല, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേദപുസ്തകം വിശ്വസിക്കുന്നു എന്നുള്ള ആ നിലപാടിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകണം. ഇപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ നിങ്ങളുടെ ആ സംഘടനയുടെ അഫിലിയേഷൻ എല്ലാം മറക്കൂ, നിഷ്പക്ഷമായി ഗ്രഹിക്കുക. പിന്നെ ആരാണ് യേശു? അപ്പൊ അവൻ മറിയത്തിന്റെ ഉദരത്തിൽ വെച്ച് അവൻ ദൈവമാണ്. മറിയത്തിന്റെ ഉദരത്തിൽ അവൻ കിടക്കുന്ന സമയത്താണ് മറിയം എലിശബത്തിനെ കാണാൻ ചെല്ലുന്നത്. ഇപ്പം മറിയത്തിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ, മറിയത്തിന്റെ സ്വരം കേട്ടപ്പോൾ എലിശബത്തിന്റെ ഉദരത്തിൽ യോഹന്നാൻ തുള്ളി. മറിയത്തിന്റെ സ്വരം കേട്ടപ്പോൾ. ഇന്ന് പല ആളുകൾക്കും മറിയത്തിന്റെ സ്വരമല്ല, മറിയെന്ന് കേൾക്കുമ്പോൾ തന്നെ തുള്ളൽ വരികയാണ്. ഇത് മറിയത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ ആനന്ദം കൊണ്ട് ഗർഭസ്ഥ ശിശു പോലും തുള്ളിച്ചാടുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിശബത്ത് വിളിച്ചു പറയുകയാണ്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എങ്ങനെയുണ്ടായി? ഭേദം കൂടാതെ അവൻ മനുഷ്യനായി തീർന്നു. അപ്പൊ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ ഒരു വ്യക്തിയിൽ സമ്മേളിച്ചു. ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് ഒരു സ്വഭാവത്തിൽ ഒരു വ്യക്തിയിൽ ഈ മനുഷ്യത്വവും ദൈവത്വവും ഭേദം കൂടാതെ വസിച്ചു എന്നുള്ള വിശ്വാസം ഹോളി തിയോട്ടോക്കോസ് എസ് ലിജു തോമസ്. അപ്പൊ അതാണ് ദൈവപ്രസവിത്രി. അപ്പൊ ഈ സുവിശേഷത്തിൽ നിന്ന് ഈ മറിയത്തിന്റെ സ്ഥാനത്തെ പറിച്ചു മാറ്റുവാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ സുവിശേഷത്തിന്റെ എസൻസ് നഷ്ടപ്പെട്ടു പോയി. സുവിശേഷത്തിന്റെ എസൻസ് ഹോളി തിയോട്ടോക്കോസ് അത് അക്നോളേജ് ചെയ്യാതെ ഈ ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അതിനെ നിരാകരിക്കേണ്ടതിന് വേണ്ടി മാനുഷികമായ ഉപദേശങ്ങൾ പലത് കൊണ്ടുവന്നു. അതിൽ കൊണ്ടുവരപ്പെട്ട ഒരു ഉപദേശത്തിന്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ കാണുന്ന ഈ സെബാസ്റ്റ്യനും മറ്റും പറയുന്നത്. അവൻ മനുഷ്യനല്ലായിരുന്നെന്നും അതൊരു പ്രൊജക്ഷൻ ആയിരുന്നെന്നും, ദൈവത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ, ഒരു തോന്നൽ പോലെ, ഒരു ഇല്യൂഷൻ, മായ, ഒരു മായയായിരുന്നു. ഒരു മായയല്ലായിരുന്നു എന്നുള്ളതാണ് സഭ പോരാടിയ വിഷയമാണ്. യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതുന്നത് തന്നെ അതൊരു മായയല്ലായിരുന്നു എന്ന് ഉറപ്പിക്കേണ്ടതിനാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട്, എബ്രായ ലേഖനം 2-ാം അധ്യായം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും
അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവൻ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പം മക്കൾ എങ്ങനെ ജഡരക്തങ്ങളോട് കൂടിയവൻ ആകുന്നോ അതുപോലെ തന്നെ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. സെബാസ്റ്റ്യൻ പറയുന്നത് യേശു ദൈവമാണ് എന്നാണ്. സെബാസ്റ്റ്യൻ അങ്ങനെയാണോ പറയുന്നതെന്ന് ഒന്നുകൂടെ അന്വേഷിക്കുക. കുരിശിൽ മരിച്ചത് ദൈവമാണോ മനുഷ്യനാണോ എന്ന് രാജു ഗീതു സെബാസ്റ്റ്യനോട് ചോദിക്കുക. അപ്പോൾ മനസ്സിലാവും സെബാസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തന്റെ മരണത്താൽ മരണാധികാരിയായ പിശാചിനെ പരാജയപ്പെടുത്തി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി. ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യതിരിക്ത വ്യക്തികളായിരിക്കുന്ന ആ ദൈവിക ത്രിയേകത്വത്തിലെ പുത്രൻ മനുഷ്യനായി. ഇൻകാർണേഷൻ അതാണ് സഭ പ്രഘോഷിക്കുന്ന സുവിശേഷം. അതിനെയാണ് ഇവർ നിരാകരിക്കുന്നത്, അതിനെയാണ് ഇവർ തിരസ്കരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഇതല്ലാതെ കേവലം സൂപ്പർഫിഷ്യൽ ഡിഫറൻസ് അല്ല, ഇത് ഫണ്ടമെന്റൽ ഡിഫറൻസ് ആണ്. നിങ്ങൾ ആദ്യം ഈ വിശ്വാസം കേൾക്കുന്ന ആളുകൾ ഇതിന്റെ വ്യത്യാസം ഇത് തൊലിപ്പുറമേ ഉള്ള ഒരു വ്യത്യാസമല്ല, ഉപരിതല വ്യത്യാസമല്ല, ഉപരിപ്ലവ സംഗതികളല്ല. ഇത് അടിസ്ഥാനപരമായ വ്യത്യാസമാണ്. അടിസ്ഥാനപരമായ വ്യത്യാസം നമ്മൾ വിശ്വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ ത്രിയേക ദൈവത്തിൽ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി. ഇൻകാർണേഷൻ, വേർഡ് ബിക്കെയിം ഫ്ലഷ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ പാർത്തു, സമീപസ്ഥനായി. ദൂരസ്ഥനായ ദൈവം ഇതാ സമീപസ്ഥനായി. അവൻ ദൂരസ്ഥനായ ദൈവം മാത്രമല്ല, അവനിപ്പോൾ സമീപസ്ഥനായ ദൈവമായി തീർന്നു. എങ്ങനെ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവൻ ആകൊണ്ട് ഹീ ടാബർനാക്കിൾഡ് എമംഗ് us, അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് താമസിച്ചു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. അപ്പൊ ഈ വിശ്വാസത്തെയാണ് നൂറ്റാണ്ടുകളായി പിശാച് ഭയപ്പെടുകയും എതിർക്കുകയും ഇതിനെതിരെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് യോഹന്നാസ്ലീഹയുടെ ലേഖനം, 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുകയും ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. എങ്ങനെയാണ് ദൈവാത്മാവിനെ അറിയുന്നത്? യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. നിങ്ങൾ ആദ്യം മുതൽ
കേട്ടതുപോലെ അനുസരിച്ച് നടക്കുവാനുള്ള കൽപ്പന ഇതാകുന്നു. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുകയും. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ അതാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ എൻ്റെ ശിഷ്യന്മാർ ആകും. അപ്പൊ ട്രൂ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്, ഇഫ് യു വാണ്ട് ടു ബി ട്രൂ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്, നിങ്ങൾ അവന്റെ വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിൽക്കണം എന്ന് യേശു കർത്താവ് പറഞ്ഞതാണ്. യോഹന്നാൻ ശ്ലീഹ ഇവിടെ ഉപദേശത്തിൽ നിലനിൽക്കണം എന്ന് പറയുന്നത്. ഇവിടെ പറയാണ്, ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. അവിടെ പിതാവ് പുത്രനാകുന്നില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. ഇവിടെയാണ് രാജു ഗീതു കേൾക്കുക, ഇവിടെയാണ് സെബാസ്റ്റ്യൻ ഉപദേശത്തിൽ നിലനിൽക്കാത്തത്. പിതാവും പുത്രനുമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും വരുത്. അപ്പൊ ഇതാണ് ഉപദേശം. യേശുക്രിസ്തു. അപ്പൊ പുത്രൻ ജഡത്തിൽ വന്നു, ഭേദം കൂടാതെ അവൻ മനുഷ്യനായി തീർന്നു. അപ്പൊ നമ്മുടെ കുരുവിള കൊളഞ്ഞിക്കുമ്പൽ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ലൈവിൽ വന്നിരുന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടു, യേശുക്രിസ്തു ജനിച്ചതൊരു മനുഷ്യനായിട്ടാണ്. പക്ഷെ പിന്നീട് അവൻ ദൈവത്വം ആർജിച്ചു, അല്ലെ ദിവ്യത്വം ആർജിച്ചു. ആ ഉപദേശം തെറ്റാണ്. അങ്ങനെയുള്ള ഉപദേശത്തെ നിരാകരിക്കാനാണ് എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ തിരുവചനമുള്ളത്. അവിടെ പറയുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരേ ഒരാൾ തന്നെയാകുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം ഫോർ യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരേ ഒരാൾ തന്നെ. നോ ഡിഫറൻസ്. അവൻ ജഡത്തിൽ വന്നു. അതിനാണ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഉത്ഥാനത്തിന് ശേഷം തന്റെ ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തൊട്ടു നോക്കുവീൻ. ഭൂതത്തിന് എന്നിൽ കാണുന്നത് പോലെ അസ്ഥിയും മാംസവും ഇല്ല. യേശു, I am not an illusion. I am not a ghost. I am not just a spirit. I am not just an appearance. നിങ്ങളുടെ മുമ്പിൽ ഒരു തോന്നലായിട്ട്, നിങ്ങളുടെ മുമ്പിൽ ഒരു മായക്കാഴ്ചയായിട്ട്, നിങ്ങളുടെ മുമ്പിൽ ഒരു ഭൂതമായിട്ട്, അല്ലെ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യക്ഷത മാത്രമായിട്ട് നിൽക്കുകയല്ല ഞാൻ. അസ്ഥിയും മാംസവും എന്നിലുണ്ട്, തൊട്ടു നോക്കുവീൻ. അതാണ് യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്. യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം നിങ്ങൾ എടുക്കണം. 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങുകയാണ്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആണ്. ഞങ്ങൾ കേട്ടതും പിന്നെ ഞങ്ങൾ കണ്ടതും പിന്നെ ഞങ്ങൾ നോക്കിയതും. ഈ കാണുന്നതും നോക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ടോ? ഉണ്ട്. നമ്മൾ പലതും കാണാറുണ്ട്. പക്ഷേ നോക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമത് സൂക്ഷിച്ചു നോക്കുക. അപ്പം മേക്ക് ഷുവർ ചെയ്യുക. പല കാഴ്ചകളും യഥാർത്ഥമായിരിക്കണമെന്നില്ല. നമ്മൾ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ തോന്നും. പക്ഷെ നോക്കിക്കഴിയുമ്പോൾ അവിടെ അത് കാണത്തില്ല. അതിനാണ് സ്പെസിഫിക് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും പിന്നെ ഞങ്ങൾ നോക്കിയതും. അതാണ് ആദ്യം മുതലുള്ളതും, ഞങ്ങൾ ശ്രവിച്ചതും
ഞങ്ങൾ ദർശിച്ചതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ചതുമായ ജീവന്റെ വചനം. എല്ലാ ദുരുപദേശങ്ങളെയും നിരാകരിക്കുന്ന ഒരു വചനമാണ്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ ശ്രവിച്ചതും ഞങ്ങൾ സ്വന്തം കണ്ണുകളാൽ ദർശിച്ചതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങളുടെ വിരലുകളാൽ സ്പർശിച്ചതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. സോ ക്ലിയർ. ഇത്രയും വ്യക്തമായിട്ട് നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. ഇത്രയും വ്യക്തമായിട്ട് തിരുവെഴുത്തുള്ളപ്പോഴാണ് ഈ ആശയക്കുഴപ്പത്തിന്റെ പുകമറകൾ സൃഷ്ടിക്കുവാൻ ഇവർ ശ്രമിക്കുന്നത്. ആശയക്കുഴപ്പത്തിന്റെ പുകമറകൾ. അതുകൊണ്ട് നിങ്ങൾ ദുരുപദേശം എന്താണ്, കള്ളപ്രവാചകന്മാർ ആരാണ്, ദൈവാത്മാവിലല്ലാത്ത ഉപദേശം എന്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പം യേശു കർത്താവ് പുത്രൻ തമ്പുരാൻ മനുഷ്യനായി, വചനം മാംസമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു. ഭേദം കൂടാതെ അവൻ മനുഷ്യനായി. അവൻ മറിയത്തിന്റെ ഉദരത്തിൽ രൂപപ്പെട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിശബത്ത് വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവിന്റെ അമ്മ. ആ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഉറപ്പിക്കുവാൻ, അതിനെ ആവർത്തിച്ചു പ്രഖ്യാപിക്കുവാൻ, ആ സത്യവിശ്വാസത്തെ തലമുറകളിലേക്ക് കൈമാറുവാൻ, അതിനാണ് അലക്സാണ്ട്രിയയിലെ സിറില് എഫേസോസ് സുന്നോദോസിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ആ പ്രസ്താവന നടത്തിയത്. മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് നമ്മുടെ പാത്രിയർക്കീസ് മാർ സേവേറിയോസ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചത് അതാണ്, ഈ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം. നമ്മുടെ മനുഷ്യരാശിക്ക് കിട്ടിയ അസുലഭ ഭാഗ്യം. ദൈവം മനുഷ്യനായി തീർന്നു. ദൈവം മനുഷ്യനായി തീർന്നു. അപ്പൊ ഇന്ന് നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ ദൂരസ്ഥനായ ആ പഴയ നിയമ ദൈവമല്ല നമുക്കിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ദൈവം സമീപസ്ഥനാണ്. നമ്മുടെ ദൈവം സമീപസ്ഥനാണ്. എങ്ങനെ സമീപസ്ഥനാണ്? എങ്ങനെ സമീപസ്ഥനാണ്? അവൻ നമ്മെ അറിയുന്ന ദൈവമാണ്. അവൻ നമ്മെ അറിയുന്ന ദൈവമാണ്. പാപം കൂടാതെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. പാപം കൂടാതെ ഈ പറഞ്ഞ സെബാസ്റ്റ്യന്റെ ഉപദേശത്തിൽ ഈ എബ്രായ ലേഖനം നിലനിൽക്കത്തില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായികളും അത് വിശ്വസിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ എബ്രായ ലേഖനം പറയുന്ന ഈ മഹാപുരോഹിതൻ ഇന്നുണ്ടോ? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പവിത്രൻ, നിർമ്മലൻ, നിർദോഷി, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ, അങ്ങനെ ഒരു മഹാപുരോഹിതൻ ഇന്നുണ്ടോ? അവരുടെ ഉപദേശമനുസരിച്ച് ദൈവത്തിന്റെ മായയിൽ ഒരു രൂപമായി യേശു പ്രത്യക്ഷപ്പെട്ടു. ആ യേശുവിന്റെ മിഷൻ കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് അപ്രത്യക്ഷമായി ദൈവത്തിൽ തിരിച്ചു പോയി അലിഞ്ഞു ചേർന്നു. പക്ഷെ നമ്മുടെ വിശ്വാസമനുസരിച്ച് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി മനുഷ്യനായ ക്രിസ്തുയേശു നിൽക്കുന്നു. മനുഷ്യനായ ക്രിസ്തുയേശു. അത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുക 2-ാം അധ്യായത്തിൽ, മനുഷ്യനായ ക്രിസ്തുയേശു. അപ്പൊ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മാറാത്ത പൗരോഹിത്യം പ്രാപിച്ച ഈ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥനായി നിൽക്കുമ്പോൾ നമ്മൾ അടുത്തു ചെല്ലുന്നത് എവിടെയാണ്? ഭയത്തോടും വിറയലോടും കൂടെ പഴയ നിയമ പുരോഹിതൻ അടുത്തു ചെന്നതുപോലെ അല്ല, നമുക്ക് ധൈര്യത്തോടെ
തത്സമയം കൃപ പ്രാപിക്കേണ്ടതിന് നമുക്ക് ധൈര്യത്തോടെ ആ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലാം. കാരണം അവിടെ ഒരു മനുഷ്യനുണ്ട്, നമ്മെ മനസ്സിലാക്കുന്ന, മനുഷ്യന്റെ ഇരുളുകളിലേക്ക് ഇറങ്ങി വന്ന ദൈവം, മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലെയും ഇരുളുകളെ നേരിട്ട് അനുഭവിച്ച ദൈവം, ഫോളൻ നേച്ചർ ഓഫ് ഹ്യൂമാനിറ്റിയെ ഷെയർ ചെയ്ത ദൈവം, മനുഷ്യന്റെ അധപ്പതിച്ച അവസ്ഥയിൽ, വീണുപോയ അവസ്ഥയിൽ, താഴ്ച ഭവിച്ച മാനുഷികതയിലേക്ക് ഇറങ്ങി വന്ന ദൈവം ആ മാനുഷികതയെ തേജസ്സുള്ളതാക്കി, ആ മാനുഷികതയെ മഹത്വവൽക്കരിച്ച്, ആ മർത്യതയെ അമർത്യതയാക്കി മാറ്റി, മരണത്തെ ജയിച്ച് ജീവന്റെ സമൃദ്ധിയിലേക്ക് കയറിപ്പോയ ഒരു ദൈവം. അതാണ് മഹാപുരോഹിതൻ എന്ന് പറയുന്നത്. ആ മഹാപുരോഹിതൻ അവിടെ ഇരിക്കുന്നതിനാൽ നമുക്ക് ധൈര്യത്തോടെ ആ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാൻ കഴിയും. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ, മനുഷ്യന്റെ സകല ഇരുളുകളിലൂടെയും സഞ്ചരിച്ചവൻ, വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ച് അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിൽ വന്ന് അധികാരം നടത്തുന്ന ഒരാൾക്കും പ്രജകളിലെ താഴ്ന്ന വിഭാഗക്കാരുടെ, പണ്ട് ഇംഗ്ലണ്ടില് ആളുകൾക്ക് ഭയങ്കര പട്ടിണിയായി ക്ഷാമമായപ്പോൾ മേരി രാജ്ഞിയുടെ കാലത്ത് ആളുകൾ ബഹളമുണ്ടാക്കി. കൊട്ടാരത്തിന് പുറത്ത് ആളുകൾ ബഹളമുണ്ടാക്കുമ്പോൾ മേരി രാജ്ഞി ചോദിച്ചു, എന്തിനാണ് ഈ ആളുകൾ ബഹളം വെക്കുന്നത്? അപ്പോൾ പരിചാരകൻ വളരെ ഭയത്തോടെ മേരി രാജ്ഞിയോട് പറഞ്ഞു, അതിക്രൂരയായ രാജ്ഞിയാ, ബ്ലഡി മേരി എന്നൊക്കെ അറിയപ്പെടുന്നത്, വളരെ പേടിയോടെ പറഞ്ഞു, ദേ ഹാവ് നോ ബ്രെഡ്, അവർക്ക് ബ്രെഡില്ല, അതാണ് അവർ ബഹളം വെക്കുന്നത്. ഇപ്പൊ മേരി രാജ്ഞി ചോദിക്കാണ്, വൈ കാൻറ്റ് ദേ ഈറ്റ് കേക്ക്? ഇപ്പൊ ബ്രെഡില്ല എന്ന് കേട്ടപ്പോ രാജ്ഞിയെ സംബന്ധിച്ച് ബ്രെഡില്ലെങ്കിൽ കേക്ക് എടുത്ത് തിന്നാം. അപ്പം രാജ്ഞി ചോദിക്കാണ്, ഈ ബ്രെഡ് ഇല്ലെങ്കിൽ അതവന്റെ കേക്ക് തിന്നാൻ മേലേത്. കാരണം ആ ജനത്തിന്റെ പട്ടിണി എന്താണ്, അവരുടെ അവസ്ഥ എന്താണ്, അതറിയാൻ പറ്റാത്ത ഭരണാധികാരിയാണ്. പക്ഷെ നമ്മുടെ മഹാപുരോഹിതൻ അങ്ങനെയല്ല. മനുഷ്യന്റെ ഇരുളുകളിലേക്ക് ഇറങ്ങി വന്ന എല്ലാ ഇരുളുകളിലേക്കും എല്ലാ അന്ധകാരങ്ങളിലേക്കും ഇറങ്ങിയ, പരിഹാസത്തിന്റെയും നിന്ദയുടെയും അവമതിപ്പിന്റെയും എല്ലാ മേഖലകളിലൂടെയും ജനിച്ചപ്പോൾ മുതൽ എല്ലാത്തരം പരിഹാസങ്ങളും എല്ലാത്തരം നിന്ദകളും എല്ലാത്തരം ദാരിദ്ര്യവും അവന് പിറക്കുവാൻ പോലും ഇടം കിട്ടിയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കും. അവന് പിറക്കുവാൻ പോലും, നമ്മളിൽ ആരും അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നത് എനിക്ക് തോന്നുന്നില്ല. പിറക്കുവാൻ വലിയ കൊട്ടാരമൊന്നും അല്ലല്ലെങ്കിൽ അത്യാവശ്യം ഒരു സ്ഥലമൊക്കെ കിട്ടിയവരാണ്. പക്ഷെ ഇവന് പിറക്കുവാൻ പോലും സ്ഥലം കിട്ടിയില്ല. ജനിച്ചപ്പോൾ മുതൽ പരിഹാസം, അവമതിപ്പ്, നിന്ദ, പ്രവാസം, ഒളിച്ചോട്ടം, ദീർഘയാത്രകൾ, കഠിനശോധനകൾ, വിശപ്പ്, നടന്ന് വലഞ്ഞ് ക്ഷീണിച്ച് വിശന്ന് തളർന്നു വരിക. അപ്പോഴാണ് ഒരു അത്തിമരം നിൽക്കുന്നത് കാണുന്നത്. വളരെ പ്രതീക്ഷയോടെ പോവാണ്, അത്തിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണം പറിച്ചു തിന്നാം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നിരാശപ്പെടുത്തി കളഞ്ഞു. ആ അത്തിയിൽ ഒരു കായ പോലും ഇല്ല. പിന്നെ കേൾക്കും നിങ്ങൾ, ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ പട്ടിണിയായിട്ട് വഴിയരികിൽ പൈപ്പ് വെള്ളം കുടിച്ച് എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുല്യമായ അനുഭവത്തിലൂടെ പോയ ഒരാൾ നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ ലോകത്ത് മറ്റൊരാൾക്കുമില്ല, വേറൊരു മതത്തിലുമില്ല. സർവാഭരണ വിഭൂഷിതരായ ദൈവങ്ങളും ദേവതകളും ഒക്കെ പലയിടത്തും കണ്ടേക്കാം. സർവശക്തിയുള്ള ദൈവങ്ങൾ പലയിടത്തും കണ്ടേക്കാം. സംഹാരശക്തിയുള്ള ദൈവങ്ങൾ കണ്ടേക്കാം. എന്നാൽ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന
ഇതുപോലെ മനുഷ്യന്റെ ഇരുളുകളിലൂടെ സഞ്ചരിച്ച ഒരൊറ്റ ദൈവം വേറെയില്ല, യേശു കർത്താവ് മാത്രം. അതുകൊണ്ടാ പറയുന്നത്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, കാരണം നിന്നെ അറിയുന്ന ദൈവം. ഇങ്ങനൊരു മഹാപുരോഹിതൻ ആകയാൽ നാം കൃപ പ്രാപിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ നീ പണ്ട് കേട്ടതുപോലെ ദഹിച്ചില്ലാതായി പോകുന്ന ഒരു അനുഭവമല്ല. ഭീതിയുടെ നാളുകൾ, ഭയത്തിന്റെ നാളുകൾ, അതെല്ലാം കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ അവിടെ പുത്രൻ തമ്പുരാൻ എവിടെയാണ്? മനുഷ്യന്റെ ബലഹീനതകളെ അറിയുന്ന, നമ്മുടെ എല്ലാ ബലഹീനതകളെയും അറിയുന്ന ആ പുത്രൻ തമ്പുരാൻ നമ്മൾ അവിടെ കാണുകയാണ്. അതാണ് അവിടെ പറയുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും അംശമായിട്ടും വിവിധമായിട്ടും പിതാക്കന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തെങ്കിൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം പെർഫെക്റ്റ് റെവലേഷൻ, ഈ അന്ത്യകാലത്ത് നമുക്ക് ആ പെർഫെക്റ്റ് റെവലേഷൻ കിട്ടിയിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഹല്ലേലൂയ പറയുന്നത്. ആ പടകിൽ മയങ്ങിക്കിടക്കുന്നവൻ ആരാണത്? അവകാശി അവൻ, പുത്രൻ. ഉള്ള വചനത്താൽ സംവഹിക്കുന്നവൻ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, അവനാണ് ആ പടകിൽ കിടക്കുന്നത്. ആ മറിയത്തിന്റെ കൈകളിൽ ഒരു ശിശുവായിട്ട് താലോലിക്കപ്പെടുന്ന ആ ശിശു, ആഴിയെയും ഊഴിയെയും അണ്ടകടാഹങ്ങളെയും മുഴുവൻ സൃഷ്ടിച്ചവൻ, അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. അതാണ് സ്റ്റേറ്റ്മെന്റ്. ഇത് രണ്ട് രീതിയിലാണ് പോകുന്നത്. ഒന്ന്, അവൻ ദൈവമായിരുന്നെന്നും ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷതയായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ഉപദേശം വരുമ്പോൾ, മറ്റൊരു ഉപദേശം അവൻ കേവലം മനുഷ്യനായിരുന്നു, ദൈവത്തിന്റെ ഒരു ദാസനായിരുന്നു എന്ന് പറഞ്ഞ അടുത്ത ഉപദേശം വരുന്നു. ഈ രണ്ടുപദേശത്തെയും റിജക്റ്റ് ചെയ്തുകൊണ്ട് സത്യ ഉപദേശം വ്യക്തമായി പറയുന്നു, ഉളവായത് എല്ലാം അവൻ മുഖാന്തരം ഉളവായി. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1:10 അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കുരുവിള കുളഞ്ഞിക്കൊമ്പലുമായിട്ടുള്ള ലൈവ് ഷെയറിങ് നിങ്ങൾ കണ്ടു കാണാം. അപ്പം അദ്ദേഹം ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഒരു ഗ്രൂപ്പിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് വചനം എന്നാൽ ഒരു ഇംപേഴ്സണൽ ഫോഴ്സ് ഓഫ് ഗോഡാണ്, വ്യക്തിയല്ല. പക്ഷേ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്തത്, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ആര്? വചനത്തെ അവനാ വിളിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബൈബിള് കയ്യിലുണ്ട്, ദയവായി തുറക്കുക, തുറന്നിട്ട് നോക്കുക.
അപ്പൊ ഇവിടെ പറയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് പറയാണ്, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ആ വചനം മാംസമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് വ്യക്തമായി പറയുന്നത്. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഇതാണ് നമ്മൾ വളരെ വ്യക്തമായി പഠിക്കുന്നത്. അപ്പൊ ഈ വചനം മാംസമായി തീർന്ന ഈ മഹാപുരോഹിതനായ ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനായിട്ട് പാപം കൂടാതെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തത്സമയത്ത് കൃപ പ്രാപിക്കേണ്ടതിന് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലാം. നമുക്ക് കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലാം. അപ്പൊ നമ്മുടെ ആ ശ്രേഷ്ഠമായ വിശ്വാസത്തിന്റെ ആ രത്ന ചുരുക്കം നമ്മൾ മനസ്സിലാക്കണം. ഇതുവരെ നമ്മുടെ ഫോളോ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ അതൊന്നുകൂടെ ഒരു റീക്യാപ്പായിട്ട് പറയുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ആ ത്രിയേക ദൈവത്തിൽ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി തീർന്നു. അവന്റെ ദൈവത്വത്തിന് ഭേദം വരാതെ അവൻ മനുഷ്യനായി തീർന്നു. അവൻ ഭൂമിയിൽ സഞ്ചരിച്ചു, അവൻ കുരിശിൽ മരിച്ചു, അവൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി, തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിൽ കാണുക, ഇപ്പൊ ആ ദൈവിക ത്രിയേകത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ആ ദൈവിക ത്രിയേകത്വത്തിൽ ഇപ്പോൾ ഒരു മനുഷ്യനുണ്ട്. ഇത് കഠിന വാക്ക്. നിങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു? എന്തൊക്കെയോ വിശ്വസിച്ചോ എന്നുള്ള ക്ലാരിറ്റി ഇല്ല. ഇതാണ് സഭ പ്രഖ്യാപിക്കുന്ന വിശ്വാസം. ഇതാണ്, ഈ സുവിശേഷത്തിന് വേണ്ടിയാണ് ആളുകൾ ജീവൻ കൊടുത്തത്. അല്ലാതെ ഒരു മനുഷ്യൻ ഇതുവഴി വന്നു, മനുഷ്യനവിടെ പോയി, മനുഷ്യൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു, ഉയർത്തെഴുന്നേറ്റു, ഏതോ ഒരു പൊസിഷനിൽ എവിടെയോ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആരും അതിനുവേണ്ടി ജീവൻ കൊടുത്തില്ല. ജീവൻ കൊടുത്തത് ഈ ശ്രേഷ്ഠമായ വിശ്വാസത്തിന് വേണ്ടി, ശ്രേഷ്ഠമായ ഈ വിശ്വാസത്തിന് വേണ്ടി. കൊല്ലപ്പെട്ടവർ മുഴുവൻ ക്രിസ്തീയ സഭയിലെ രക്തസാക്ഷികളെ നിങ്ങൾ പരിശോധിക്കുക. അവന് വേണ്ടി, ഈ വിശ്വാസത്തിന് വേണ്ടിയാണ് രക്തസാക്ഷികളായത്. ഈ വിശ്വാസത്തിന് വേണ്ടിയാണ് ജീവനെ കൊടുത്തത്. ഇതാണ് ഇത്രയും ശ്രേഷ്ഠമായ വിശ്വാസം. ആ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അതിൽ പുത്രൻ, അവിടെ ഇപ്പോൾ ഒരു മനുഷ്യനുണ്ട്. നിങ്ങളെ അറിയുന്ന, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ നൊമ്പരങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ വ്യഥകൾ, നിങ്ങൾക്കേറ്റ തിരിച്ചടികൾ, നിങ്ങളുടെ പരാജയങ്ങൾ, നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ. അതാണ് നമ്മൾ വിളിക്കുന്നത് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തിയല്ല. ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തിയല്ല. എന്തൊരു ഇൻവിറ്റേഷനാണ്! വാട്ട് എ പ്രിവിലേജ് ഇറ്റ് ഈസ്! എന്തൊരു ബഹുമാന്യ പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് ആർത്തുഘോഷിക്കുന്നത്. ഇതാണ് സുവിശേഷം. ഇതാണ് ആർത്തുഘോഷിച്ചത്, സഭ ഘോഷിക്കുന്നത്. അതാണ് പ്രഖ്യാപിച്ചത്. അതിനുവേണ്ടിയാണ് അവർ മരിച്ചത്, അതിനുവേണ്ടിയാണ് അവർ ഉപദ്രവിക്കപ്പെട്ടത്, അതിനുവേണ്ടിയാണ് അവർ കൊല്ലപ്പെട്ടത്. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാണ് തേജസ്സുള്ള സുവിശേഷം. എന്തൊരു ഷെയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്! എന്തൊരു ഷെയർ! മനുഷ്യവർഗം മുഴുവൻ മഹത്വീകരിക്കപ്പെടുകയാണ്. ആ മഹത്വീകരിക്കപ്പെടുന്ന പോയിന്റ് ഈ മേരിയാണ്, മറിയമാണ്, ഹോളി തിയോട്ടോക്കോസ്, പരിശുദ്ധ ദൈവമാതാവ്. അവിടെ പലരും ഇടറും.
പക്ഷെ ഈ വിശ്വാസത്തിന്റെ പൂർണ്ണത, ആ വിശ്വാസം വ്യക്തമാകുന്നത് പരിശുദ്ധ ദൈവമാതാവെന്നുള്ള ആ വിശ്വാസത്തിലാണ്. പരിശുദ്ധ ദൈവം കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ലൂക്കോസിന്റെ സുവിശേഷത്തെ നമ്മൾ വായിക്കുകയാണ്. ഹോളി സ്പിരിറ്റിലാണ് പറയുന്നത്. ഹോളി സ്പിരിറ്റ് ഈ ഭൂമിയിൽ ആരുടെയും മേൽ വന്നിട്ടുണ്ടെങ്കിൽ മറിയത്തിന്റെ മേൽ വന്നതുപോലെ മനുഷ്യവർഗത്തിൽ ആരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സകല തലമുറകൾ. ദൂതൻ മറിയത്തോട് ദൂതറിയിച്ചു കഴിയുമ്പോൾ മറിയ പറയുകയാണ്, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. പരിശുദ്ധാത്മാവിലല്ലേ പറഞ്ഞത്? ഇത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എലിസബത്ത് പറഞ്ഞ പരിശുദ്ധാത്മാവിലല്ലേ? സ്വയം ചിന്തിക്കുക. പരിശുദ്ധാത്മാവിൽ. അപ്പം മനുഷ്യവർഗം മഹത്വീകരിക്കപ്പെടുന്ന പോയിന്റാണ്. മനുഷ്യവർഗം മഹത്വീകരിക്കപ്പെടുന്ന പോയിന്റ്. ദൈവം മനുഷ്യനായി, വചനം മാംസമായി. അപ്പൊ ആ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട് മനുഷ്യവർഗവുമായിട്ട്, മുഴുവൻ മനുഷ്യവർഗവുമായിട്ട് ദൈവം കോണ്ടാക്ട് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അത് പരിശുദ്ധ മറിയമാണ്. പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അവിടെയാണത് സംഭവിച്ചത്. ഓഹ്, കണ്ടാലും തൻ്റെ ദാസിയുടെ താഴ്ചയെ അവൻ കടാക്ഷിച്ചല്ലോ. ഇതാണ് വിശ്വാസ സത്യം. കണ്ടാലും തൻ്റെ ദാസിയുടെ താഴ്ചയെ അവൻ കടാക്ഷിച്ചല്ലോ. ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഭാഗ്യവതി എന്ന് വാഴ്ത്താതിരിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കാരണം നമുക്ക് ഇത്രയും കിട്ടിയ ഈ ഭാഗ്യം മുഴുവൻ ആ മറിയത്തിൽ ആരംഭിച്ചതാണ്. മനുഷ്യവർഗത്തിന്റെ വീഴ്ച സാത്താൻ, സർപ്പം ഹവ്വയെ വിസിറ്റ് ചെയ്ത് ഹവ്വയോടൊരു ദൂത് അറിയിച്ചതാണ്. ഹവ്വയോടൊരു ദൂത്. പക്ഷേ മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണം ഗബ്രിയേൽ മലാഖ മറിയത്തോടൊരു ദൂത് അറിയിക്കുകയാണ്. അതിന് വ്യത്യാസമുണ്ട്. നേരെ ഓപ്പോസിറ്റാണ്. നേരെ ഓപ്പോസിറ്റ്. നമുക്കതിൽ സന്തോഷിക്കാം. ഈ സത്യസുവിശേഷത്തെ നമുക്ക് വിശ്വസിക്കാം. ഈ സത്യസുവിശേഷത്തെ നമുക്ക് ഏറ്റെടുക്കാം. സത്യസുവിശേഷം നമുക്ക് പ്രഖ്യാപിക്കാം. നമ്മുടെ കർത്താവിൻ്റെ അമ്മ നിങ്ങൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ ബാക്കി തിയോളജി എല്ലാം ഒരിടത്തും ഫിറ്റ് ആവത്തില്ല. ദൈവമാതായ പരിശുദ്ധ കന്യക മറിയത്തിനെ കൂടാതെ ഒരു ദൈവശാസ്ത്രവും ശരിയാവത്തില്ല. ഒരു ദൈവശാസ്ത്രം. കാരണം അതിന് വേണ്ടിയാണ് ഈ കണ്ട വിഭിന്ന ഉപദേശങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷെ അതിലൊരു ഉപദേശത്തിന് നിലനിൽപ്പില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഉപദേശങ്ങൾ കൊണ്ടുവരാം. നമുക്ക് പരിശോധിച്ച് നോക്കാം. ഞാൻ കുറേ വർഷങ്ങളായിട്ടിരുന്ന് ഈ ഉപദേശങ്ങൾ മുഴുവൻ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ഉപദേശവും ശരിയാവത്തില്ല. കാരണം ഈ സഭയുടെ ഈ സത്യ ഉപദേശം മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ എന്നോടിങ്ങനെ ഒരാൾ ചോദിച്ചു, അത് എന്നാ തെറ്റല്ലേ പാസ്റ്ററെ? ഇപ്പം ഇന്ന് കുറച്ച് മുമ്പ് എന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫോൺ ചെയ്തു ന്യൂജേഴ്സിയിൽ നിന്ന്. അപ്പം അവർ മുൻപ് പെന്തക്കോസ്തിലായിരുന്നു, പിന്നെ ഓർത്തഡോക്സിലേക്ക് മടങ്ങി വന്നില്ല. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ ചോദിച്ചാൽ, ഈ മറിയത്തെ സ്തുതിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് വേറൊരു ഫാമിലി വിളിച്ചു. അവർ ഇന്നലെ വിളിച്ചേ. അവർ പറയാം, പാസ്റ്റർ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷെ നമ്മൾ ഈ വിശുദ്ധന്മാരെയൊക്കെ ബഹുമാനിക്കുന്നത്, പ്രത്യേകിച്ച്
മറിയത്തെ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വാഴ്ത്തുന്നത് അത് ശരിയാണോ? ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ഉപദേശങ്ങൾ. അപ്പോൾ അവരെല്ലാം ഇടച്ചക്കല്ലായി മാറുന്നൊരു വാക്യം ഏശയ്യായുടെ പ്രവചനത്തിലാണ്. എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും എൻ്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. അപ്പൊ വിട്ടുകൊടുക്കാത്തൊരു ദൈവം, മഹത്വം മുഴുവൻ സ്വന്തമായി പിടിച്ചു വച്ചിരിക്കുന്ന ഒരു ദൈവം, മഹത്വം ആർക്ക് മാത്രമാണ്? ദൈവത്തിന് മാത്രം. വേറെ ആർക്കും ഒരു മഹത്വവും ഒരുത്തനുമില്ല. ഇതാണ് വിഷയം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാമത്തെ വാക്യം. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 17-ാം അധ്യായം 22-ാം വാക്യം. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ, ഞാൻ നുണ പറഞ്ഞു എന്ന് തോന്നരുത്. യോഹന്നാന്റെ സുവിശേഷം 17:22, നീ എനിക്കു തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ പിടിച്ചു വെക്കുന്ന ഒരു ദൈവത്തെ അല്ല കാണുന്നത്, ഷെയർ ചെയ്യുന്ന ഒരു ദൈവത്തെ. എല്ലാ ഗ്ലോറിയും എനിക്ക് മാത്രമാണെന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ മുമ്പ് കേട്ടത്. ഭാഗികമായി നാം കേട്ടു. പൂർവിക കാലത്തിൽ ഈ നമ്മോടൊപ്പം ഈ അന്ത്യകാലത്തിൽ പുത്രൻ മുഖാന്തരം അവൻ ഭാഷിച്ചു. He is willing to share his glory with us. അവൻ തന്റെ മഹത്വം നമ്മോട് പങ്കുവെക്കുകയാണ്. കോൺസെപ്റ്റ് കംപ്ലീറ്റ് മാറുകയാണ്. പിതാവേ, നീ എനിക്ക് തന്ന ആ മഹത്വം ഞാൻ ഇവർക്ക് ഷെയർ ചെയ്യാണ്. സഭയുടെ ഒരു ഉപദേശവും വെറുതെ അബദ്ധജടിലമോ ജാതി ആചാരമോ അടിസ്ഥാനമില്ലാത്തതോ അല്ല, അടിസ്ഥാനമുള്ള സത്യവിശ്വാസമാണത്. അപ്പോസ്തലന്മാരായ ക്രിസ്തുയേശുവിൽ പരിശുദ്ധാത്മാവിൽ പ്രേരിതരായ ഉപദേശമാണിത്. ഞാനും ആദ്യകാലത്ത് ഇതൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നു. ഞാനും ഇതിനെ വിമർശിക്കുകയും ഇതിനെതിരെ ശക്തമായി പ്രസംഗിക്കുകയും ഏകദൈവമേയുള്ള ദൈവത്തെ മാത്രമേ സ്തുതിക്കാവുള്ളൂ, എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല, എൻ്റെ ജാതി വിഗ്രഹങ്ങൾക്കുള്ള അല്ല, എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കുള്ളതല്ല, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വലിയ അനന്തമായ കൃപ കാരുണ്യം എന്നോട് കാണിച്ചപ്പോൾ എനിക്ക് ഈ സത്യം മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പം എന്നെപ്പോലെ ഇത് തിരിച്ചറിയാത്ത അനേക ആളുകൾ കുരുട്ട് കണ്ണുകളുമായിട്ട് പോകുന്നു എന്നോർത്തപ്പോൾ എനിക്ക് താൽക്കാലികമായ ചില പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും സങ്കീർത്തനം 8:5 ഓരോ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ പ്രതികൂലങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതിനെ ഞാൻ തൃണവൽഗണിച്ച് അല്ലെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാതെ ഞാൻ ഈ സത്യം പറയുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിയുവാൻ തൻ്റെ അപ്പോസ്തല ഗണത്തെ കുറിച്ച് യേശു കർത്താവ് പറയാണ്, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകമറിയുവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇപ്പൊ യേശു കർത്താവിൻ്റെ പരിശുദ്ധ മാതാവും വിശുദ്ധ ശ്ലീഹന്മാരും യേശു കർത്താവ് ഇത്രയും ഉറപ്പായിട്ട് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന പരാജയപ്പെട്ടു. ഞാൻ എൻ്റെ മഹത്വം ഇവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. പിതാവേ, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചത് പരാജയപ്പെട്ടില്ല എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നവർ. പെന്തക്കോസ്ത് ഭാഷയെ പറഞ്ഞാൽ കൈ ഉയർത്തി ഒരു സ്തോത്രം പറയുന്നത്, നമുക്ക് ഫേസ്ബുക്കിലാകുമ്പോൾ ഒരു ലൈക്ക് വല്ല അടിക്കാം. അപ്പം ഇതാ വിശ്വസിക്കുന്നവർ. ആരാ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു.
അവരാ തേജസ്സിലാണ്, അവരാ ഗ്ലോറിയിലാണ്, അവരാ മഹത്വത്തിലാണ്, അവരാ മഹത്വം ഷെയർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൃപ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ദൈവശാസ്ത്രപരമായി യാതൊരു തെറ്റുമില്ല. ഹാഫ് മൈൻഡോടെ അത് പ്രാർത്ഥിക്കുന്ന ഓർത്തഡോക്സുകാരുണ്ട്. കാരണം ഈ പെന്തക്കോസ്ത് ഉപദേശത്തിന്റെ തിരത്തള്ളൽ മൂലം അതൊരു തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവർ. യേശുക്രിസ്തു തന്റെ മാതാവിനും അപ്പോസ്തല ഗണത്തിനും ആ പ്രാധാന്യമുണ്ട്. ഓ, എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി? യേശു കർത്താവ് പറയാണ്, ഓ പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ ഇവർക്ക് ഷെയർ ചെയ്യുക. ഞാനിരിക്കുന്നിടത്ത് തന്നെ അവരും ഇരിക്കട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇപ്പം നമ്മൾ അനാഥരല്ല, സനാഥരാണ്. നമ്മൾ തനിച്ചൽ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യന്റെ ബലഹീനതകളെ അറിയുന്ന മഹാപുരോഹിതനായിരിക്കുമ്പോൾ അവന്റെ അപ്പസ്തല ഗണം അതേ തേജസ്സിൽ, അവന്റെ മാതാവ് അതേ തേജസ്സിൽ ഇരിക്കുന്നു. തിരുവെഴുത്തതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. സഭ ആ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. നമ്മൾ ആ വിശ്വാസത്തിൽ ധന്യരായിത്തീരുന്നു. നമുക്കത് ഉറപ്പിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ കഴിയണം. ക്രൂപരഥങ്ങളിൽ എഴുന്നള്ളിയ പുത്രൻ തമ്പുരാൻ കേബാർ നദിയുടെ തീരത്തിരുന്ന് യഹസ്കേൽ കണ്ട ആ ക്രൂപരഥങ്ങളിൽ എഴുന്നള്ളി വന്ന മനുഷ്യപുത്രന് സദൃശ്യനായവനെ പരിശുദ്ധ മറിയം കൈകളിൽ ഒരു ശിശുവായി കണ്ട് താലോലിച്ചു. ആ കുഞ്ഞിന്റെ ഉദരത്തിനകത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് എലിശബായുടെ ഉദരത്തിനകത്ത് യോഹന്നാൻ മാംതോന് തുള്ളിച്ചാടി. ആ മാതാവിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ യോഹന്നാൻ ശ്ലീഹ മാതാവിന്റെ വന്ദനസ്വരത്തെ തിരിച്ചറിഞ്ഞു, മറിയത്തിന്റെ സ്വരത്തെ. യേശു കർത്താവിന്റെ സ്വരത്തെ അല്ല യോഹന്നാൻ സ്നാപകനെ ഉദരത്തിൽ തുള്ളിച്ചാടിപ്പിച്ചത്, മറിയത്തിന്റെ വന്ദനസ്വരത്തെ. നമ്മൾ അനാഥരല്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് സ്വയം പറയാം, ഞാൻ അനാഥനല്ല. ഐ എം നോ ലോങ്ങർ ആൻ ഓർഫൻ. എൻ്റെ ബലഹീനതകളും ദുഃഖങ്ങളും സങ്കടങ്ങളും നെടുവീർപ്പുകളും നിരാശകളും നൊമ്പരങ്ങളും സ്വകാര്യ പരാജയങ്ങളും എല്ലാം അറിയുന്ന എന്നെ ഞാൻ ആയിരിക്കുന്നത് പോലെ അറിയുന്ന മഹാപുരോഹിതനായ ക്രിസ്തു, അവൻ്റെ അപ്പോസ്തലന്മാർ, അവൻ്റെ പരിശുദ്ധ മാതാവ് എല്ലാം ആ തേജസ്സിൽ ഇരിക്കുമ്പോൾ വി ആർ നോട്ട് ഓർഫൻസ്. ഇതെല്ലാം എബ്രായ ലേഖനമാണ് പറയുന്നത്. ആ എബ്രായ ലേഖനം പറയുന്നു, നാം അടുത്തു വന്നിരിക്കുന്നത് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഭീകരന്റെ അടുക്കലല്ല, ഒരു വലിയ സമൂഹമായി അവർ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. നാം അടുത്ത് ചെല്ലുന്നത് ആരുടെ അടുത്താണ്?
പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ ആ തേജസ്സിലുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. ഇപ്പം നമ്മൾ അനാഥരല്ല. നമ്മൾ അടുത്ത് വരുമ്പോൾ അവിടെ യേശു കർത്താവുണ്ട്, അവിടെ സ്വർഗീയ ദൂതന്മാരുണ്ട്, അവിടെ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുണ്ട്, അവിടെ അപ്പോസ്തല ഗണമുണ്ട്, അവിടെ പരിശുദ്ധ മാതാവുണ്ട്. ഇത് തിരുവചനമാണ്, ഇത് തിരുവെഴുത്താണ്. ബൈബിൾ മാത്രമെന്ന് അട്ടഹസിക്കുന്നവർ, ബൈബിൾ മാത്രമെന്ന് നിലവിളിക്കുന്നവർ, ഡിമാൻഡ് ചെയ്യുന്നവർ, ബൈബിളിൽ നിന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സത്യവിശ്വാസം. സോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ലേറ്റ് നൈറ്റിൽ നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങാൻ പോകുമ്പോൾ ഒരിക്കൽ കൂടെ പറയുക, ഞാൻ അനാഥനല്ല, ഞങ്ങൾ അനാഥരല്ല. വി ആർ നോ ലോങ്ങർ ഓർഫൻസ്. വി ആർ നോ ലോങ്ങർ ഓർഫൻസ്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ജോയിനിങ്. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ബൈബിൾ മാത്രം എന്ന വിശ്വാസം, സോളാ സ്ക്രിപ്ചറ എന്ന ആർഗ്യുമെന്റ് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ബ്രദർ ES തോമസ് എന്നോടൊപ്പം ലൈവിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡോണ്ട് മിസ് ദാറ്റ് ലൈവ് വീഡിയോ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.